സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ ഇന്നും റെക്കോർഡ്. വൈദ്യുതി ഉപഭോഗം 6033 മെഗാവാട്ടായി ഉയർന്നു. സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 117.155 ആയിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. സർവ്വകാല റെക്കോർഡാണിത്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. KSEBിയുടെ ഒരു കരാർ കൂടി നാളെ അവസാനിക്കും. 200 മെഗാവാട്ട് വൈദ്യുതിയുടെ കരാറാണ് അവസാനിക്കുന്നത്. പ്രശ്നമുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. ഓവറായി ലോഡ് വരുമ്പോൾ അത് കട്ട് വരും, തന്നെ മറ്റേ ഡ്രിപ്പാകും. ആ പ്രശ്നമേ ഉള്ളൂ. ഇല്ല, നമുക്കില്ല. ഈ മെയ് മാസത്തിൽ തന്നെ മഴ പെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ. അത് വന്നാൽ അതിന് ദീർഘകാല കരാർ നമുക്ക് ദീർഘകാല കരാർ വയ്ക്കുമ്പോൾ ചെറിയ നഷ്ടം വരുന്നുള്ളത് തോന്നിയിട്ടാണ് ദീർഘകാല കരാർ വയ്ക്കാതിരിക്കുന്നത്. അത് വയ്ക്കാൻ തീരുമാനിച്ചിട്ട് പവർ റെഗുലേറ്ററി. റഹീസ് റഷീദിയുടെ വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ വൈദ്യുതി ഉപയോഗം കൂടുകയാണ്, ഒരു കരാർ നാളെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ മുന്നിലുള്ളത്? എന്താണ് മന്ത്രി പറയുന്നത്? ആ സ്മൃതി, ഒരു വശത്ത് ചൂട് വലിയ തോതിൽ വർദ്ധിക്കുകയാണ്, മറുവശത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇന്നലെ സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം വൈദ്യുതി ഉപഭോഗം നടന്നത് ഇന്നലെ രാത്രിയാണ്. ഇന്നലത്തെ പീക്ക് അവറിൽ 6033 മെഗാവാട്ടാണ് വൈദ്യുതി ഉപയോഗം നടന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 117.155 ആയും ഉയർന്നിട്ടുണ്ട്. ഇത് കേരള സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇല്ല. അടുത്ത ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗം കൂടാനാണ് സാധ്യത. സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഡാമുകളിൽ വെള്ളം കുറയുന്ന ഒരു ആശങ്ക നേരിടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ മഴ കൂടുതലുള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി കൊടുത്ത് കേരളത്തിന് ആവശ്യം ഉള്ളപ്പോൾ തിരിച്ച് വാങ്ങുന്നതാണ് ഒരു രീതി. ആ രീതി അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളുമായി കരാറുണ്ട്. അതിൽ 2 വിവിധ കമ്പനികളുമായി കരാറുണ്ട്. ഒരു കമ്പനിയുമായിട്ട് കരാർ 15-ാം തീയതി അവസാനിച്ചിരുന്നു. മറ്റൊരു കമ്പനിയുമായിട്ടുള്ള ഒരു കരാർ നാളെ അവസാനിക്കും.